കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. I'm sure you watch TV, you listen to the media, but unfortunately, most of the media is captured by the BJP, by the forces that support the BJP. So often they don't show you the truth. നിങ്ങൾക്കറിയാം, എനിക്കറിയാം, നിങ്ങളൊക്കെ മാധ്യമങ്ങൾ കാണുന്നവരാണ്, പത്രം വായിക്കുന്നവരാണ്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, രാജ്യത്തെ ഏകദേശം മുഴുവൻ മാധ്യമ സ്ഥാപനങ്ങളും BJP കൈയടക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ രാജ്യത്ത് നടക്കുന്ന യഥാർത്ഥ സത്യം എന്താണ്, വാസ്തവം എന്താണ് എന്ന് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. But if you look carefully, the truth is everywhere. പക്ഷേ നിങ്ങൾ ശ്രദ്ധയോടുകൂടി നോക്കിയാൽ നിങ്ങൾക്ക് എല്ലായിടത്തും ആ സത്യം കാണാൻ സാധിക്കും. The truth is in the daily struggles of your life, in how prices are rising exponentially, whether it's the price of petrol, diesel, oil, anything you use in farming, anything that you go and buy from the shops, those prices are rising exponentially. പക്ഷെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചുറ്റും കാണുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മുടെ അവശ്യ വസ്തുക്കളുടെ, നിത്യോപയോഗ സാധനങ്ങളുടെ, പെട്രോളിന്റെ, ഡീസലിന്റെ, എണ്ണയുടെ, അതുപോലെ നിങ്ങൾ കടയിൽ എന്ത് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നു അതിന്റെ എല്ലാം വില ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മുടെ ചുറ്റും നിലനിൽക്കുന്ന സത്യവും യാഥാർത്ഥ്യവും. The truth is in the figures. The rise in the unemployment rate, which has multiplied in the last 10 years. The truth is in the fact that our savings have reduced. The household savings have reduced. The truth is in the fact that the growth rate is nowhere near what it was during Manmohan Singh ji's time. ഈ രാജ്യത്തെ സത്യം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തിന് എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും, നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിലെ സമ്പാദ്യം കുറഞ്ഞിരിക്കുന്നു എന്നതാണ്. അതുപോലെ തന്നെ മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ കാലത്തെക്കാൾ ഈ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ നിരക്ക് കുറഞ്ഞിരിക്കുന്നു. ഇതൊക്കെയാണ് ഈ രാജ്യത്ത് നടക്കുന്ന സത്യം. In fact, if you look carefully and you listen to the Prime Minister's speeches and to the speeches of other politicians in the BJP, you find that the truth is reflected in the fact that they will not speak about your problems. They will not speak about development. They will not speak about real issues. Every single day they pull out some new issue which is unrelated to your life, which is unrelated to your progress, which is unrelated to rising prices, rising unemployment, and they make the whole media talk about those irrelevant issues and try to make the election about them as well. നിങ്ങൾ ഓരോ ദിവസവും BJPയുടെ പ്രവർത്തകരുടെയും പ്രധാനമന്ത്രിയുടെ ഒക്കെ പ്രസംഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അവരൊരിക്കലും ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രധാന പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കുന്നില്ല. ഈ രാജ്യത്തെ തൊഴിലില്ലായ്മയെ കുറിച്ച് അവർ സംസാരിക്കുന്നില്ല. ഈ രാജ്യത്തെ വിലക്കയറ്റത്തെ കുറിച്ച് അവർ സംസാരിക്കുന്നില്ല. ഓരോ ദിവസവും ജനങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ലാത്ത അപ്രസക്തമായ വിഷയങ്ങൾ അവർ ഉണ്ടാക്കിക്കൊണ്ടുവരും. ആ വിഷയങ്ങളെ കുറിച്ച് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യും, മാധ്യമങ്ങൾ ചർച്ച ചെയ്യും. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ നിങ്ങൾക്കൊരു പ്രയോജനവുമില്ലാത്ത പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ച് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അവർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. The truth is that in the last 10 years, they have done all they could to destroy every institution that protects the rights of the public in this country. സത്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കഴിഞ്ഞ 10 വർഷങ്ങളായി ഈ രാജ്യത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഓരോ ഭരണഘടനാ സ്ഥാപനത്തെയും ഇല്ലാതാക്കാൻ അവർക്ക് സാധ്യമായതെല്ലാം BJP സർക്കാർ ചെയ്തു എന്നാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. Anybody who fights for you, anybody who speaks out against them, anybody who speaks out for you is harassed, intimidated and brought to their knees. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ആര് സംസാരിക്കുന്നു, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ആര് BJPക്കെതിരെ പറയുന്നു, അവരെയൊക്കെ ഭീഷണിപ്പെടുത്തുകയാണ്, അധിക്ഷേപിക്കുകയാണ്, അവരെയൊക്കെ മുട്ടുകുത്തിക്കുകയാണ് ഈ BJP ഗവൺമെന്റ് ചെയ്യുന്നത്. Today about changing the constitution. It is the constitution which protects your rights. It is the constitution that sees each one of you as equal. It is the constitution that gives you your right to vote, your right to reservations, and every right that makes you strong. And their leader slowly talking about the fact that if you give them another majority in this election, they are going to change the constitution. അത് മാത്രമല്ല, ഈ രാജ്യത്തെ ഭരണഘടനയെ മാറ്റി എഴുതുന്നതിനെ കുറിച്ച് അവർ സംസാരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശങ്ങൾ നൽകുന്നത് ഈ ഭരണഘടനയാണ്. ഞങ്ങൾക്ക് വലിയ ഭരണഘടന മാറ്റി എഴുതും എന്നാണ് ഈ BJP സർക്കാർ രാജ്യം മുഴുവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. It must be the first time this nation and our democracy
that 2 sitting chief ministers have been jailed right at the time of the elections. അത് മാത്രമല്ല, ഒരു പക്ഷേ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലും ഈ രാജ്യത്തെ ആദ്യത്തെ പ്രാവശ്യമായിരിക്കും ഈ രാജ്യത്തെ 2 മുഖ്യമന്ത്രിമാരെ BJP. Hemant Soren ji is a tribal chief minister. He has been harassed endlessly and today they have put him in jail as well. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഹേമന്ത് സോറൻ ജി. അധിക്ഷേപിക്കുകയും വേട്ടയാടുകയും ചെയ്ത ശേഷം അദ്ദേഹത്തെ അവർ ഇന്ന് ജയിലിലാക്കിയിരിക്കുകയാണ്. The situation is thus that Congress party's accounts have been closed by this government just before the elections so that we do not have the strength to fight the elections in the way that we can. അത് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാം അറിയാം, തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ട് മുഴുവൻ അവർ മരവിപ്പിച്ചിരിക്കുകയാണ്. കാരണം ധൈര്യത്തോടുകൂടി ശക്തി ഞങ്ങൾക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചത്. On the other hand, you must have seen that Mr. Narendra Modi came out with a scheme called the electoral bond scheme. അത് മാത്രമല്ല, നിങ്ങൾ നരേന്ദ്രമോദി കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് കടപ്പത്ര അഥവാ ഇലക്ട്രൽ ബോണ്ട് സ്കീം എന്ന പദ്ധതിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. This electoral bond scheme was a scheme that ensured that whoever gave donations to political parties, his name or that company's name would remain secret. ഈ പദ്ധതിയിൽ എന്താണെന്നറിയോ നിങ്ങൾക്ക്? ആരൊക്കെയാണോ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നത് അവരുടെ പേര് വിവരം പുറത്തറിയിക്കാതെ വെളിപ്പെടുത്താതെ ഈ പദ്ധതിയിൽ രഹസ്യമായി സൂക്ഷിക്കും. A case was put in the Supreme Court and the Supreme Court judged that this scheme would lead to corruption and would lead to biases, and so they said that the list of people who have given donations to all political parties should be made public. ഇതിനെതിരെ ഒരു കേസ് സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയിലൂടെ അഴിമതി ഉണ്ടാകും, ഇത് പക്ഷപാതത്തിന് കാരണമാകും, അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയ എല്ലാ കമ്പനികളുടെയും പേര് വിവരം പ്രസിദ്ധപ്പെടുത്തണം എന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. And the most interesting thing happened when this list was published. It was found that all sorts of companies had given huge donations to the BJP. Some companies that were earning around 100 crores had given donations of thousands of crores. Some companies that had got contracts from the BJP had given big donations. Other companies on whom cases were put, who were raided, who were pressurized, gave donations and those cases were removed. Those raids were stopped. അത് മാത്രമല്ല, ഈ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ വളരെ നമുക്ക് താല്പര്യമുണ്ടാക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ചില കമ്പനികൾക്ക് 100 കോടി രൂപ മാത്രം വരുമാനമുള്ള കമ്പനികൾ ആയിരക്കണക്കിന് കോടി രൂപയുടെ സംഭാവനയാണ് BJPക്ക് നൽകിയത്. അതുപോലെ BJPക്ക് സംഭാവന നൽകിയ പല കമ്പനികൾക്കും കോടിക്കണക്കിന് രൂപയുടെ കരാറുകൾ കിട്ടി. അതുമാത്രമല്ല, ചില കമ്പനികൾക്കെതിരെ കേസുകൾ ഉണ്ടാക്കുകയും അവർ BJPക്ക് സംഭാവന നടത്തി കഴിഞ്ഞപ്പോൾ ആ കേസുകൾ അവർക്കെതിരെയുള്ള കേസുകൾ റദ്ദാക്കുകയും ചെയ്തു. So the situation in the country is that institutions that protect you are being weakened, democracy is being weakened, corruption is being made systemic, it's being institutionalized, and worst of all, the Prime Minister feels that he can get away with anything and there is no answerability to the public. Go ahead. അത് മാത്രമല്ല, ഈ രാജ്യത്തെ ജനാധിപത്യ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുകയാണ്, ഈ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുകയാണ്. കറപ്ഷൻ അഥവാ അഴിമതി എന്ന് പറയുന്നത് സ്ഥാപനവൽക്കരിക്കപ്പെടുകയാണ്. ഇത് മാത്രമല്ല, ഇതിനുപരിയായി ഈ രാജ്യത്തെ പ്രധാനമന്ത്രി ചെയ്യുകയാണ്, ചിന്തിക്കുകയാണ്, തനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, തന്നെ ചോദിക്കാൻ ആരുമില്ല, ഈ രാജ്യത്തെ ജനങ്ങളോട് തനിക്ക് ഒരു ഉത്തരവാദിത്വമില്ല എന്ന നിലയിലാണ് ഈ രാജ്യത്തെ പ്രധാനമന്ത്രി പെരുമാറുന്നത്. So while you're showing beautiful images on TV, while you're shown the Prime Minister looking strong and powerful, what has he done to make you strong? നിങ്ങൾ പ്രധാനമന്ത്രിയുടെ അനേകം പടങ്ങളും ചിത്രങ്ങളും ഒക്കെ മാധ്യമങ്ങളിൽ കാണും. വളരെ ശക്തനായ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ കാണും. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളെ ശക്തിയുള്ളവരാക്കുന്നതിന് വേണ്ടി, ഈ രാജ്യത്തെ ജനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് ചെയ്തിട്ടുള്ളത്? He has done but distract the public, divert the public's attention from real issues. അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ മറിച്ച് അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് അവരുടെ ശ്രദ്ധ തിരിച്ചുവിടുക മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നത്. And he continues to do it every single day of this election campaign. അത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഓരോ ദിവസവും നരേന്ദ്രമോദി അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. On the other hand, you have an MP from here, my brother Rahul,
who has done nothing but fight for you. ഇവിടെ നിന്ന് ഒരു ജനപ്രതിനിധിയുണ്ട്, എൻ്റെ സഹോദരൻ. അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്നറിയോ? നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുക മാത്രം ചെയ്യുന്ന ഒരു ജനപ്രതിനിധിയാണ് മറുവശത്ത് നിങ്ങൾക്കുള്ളത്. They called him all sorts of names. They abused him every day. They spread lies about him. They made videos on social media lying about him. They continue to do it every single day, but he did not stop. അത് മാത്രമല്ല, അവരെന്താണ് ചെയ്യുന്നത്? ഓരോ ദിവസവും അദ്ദേഹത്തെ അവർ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയാണ്, അദ്ദേഹത്തെ പല പേരുകൾ വിളിക്കുകയാണ്. അവരെല്ലാവരും കൂടി അദ്ദേഹത്തെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായി. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ പോരാട്ടം അദ്ദേഹം ഒരിക്കലും നിർത്തിയിട്ടില്ല. They put false cases against him in every corner of this country, in Gujarat, in Bihar, elsewhere, so that they should harass him as much as they could. അദ്ദേഹത്തെ എത്രയധികം വേട്ടയാടുന്നതിനും വേദനിപ്പിക്കുന്നതിനും വേണ്ടി അദ്ദേഹത്തിനെതിരെ ഗുജറാത്തിലും ആസാമിലും അങ്ങനെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അദ്ദേഹം അവർ വ്യാജമായ കേസുകൾ. Called his martyred father a traitor to this nation. They called his martyred grandmother a traitor to this nation. They called his grandfather, great grandfather names. അത് മാത്രമല്ല, രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ അദ്ദേഹത്തിന്റെ അച്ഛനെ അവർ ഈ രാജ്യത്തെ വഞ്ചിച്ച ആളെന്ന് വിളിച്ചു. അത് മാത്രമല്ല, ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത അദ്ദേഹത്തിന്റെ മുത്തശ്ശിയെ അവർ വഞ്ചകരെന്ന് വിളിച്ചു. അത് മാത്രമല്ല, ഈ രാജ്യത്തിന് വേണ്ടി ജീവിച്ച അദ്ദേഹത്തിന്റെ അവർ വഞ്ചകരെന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ടാണ് അവരിയ്ക്കുന്നത്. They called his mother names. They attacked his family, but he did not stop fighting for you. മാത്രമല്ല, അവർ അദ്ദേഹത്തിന്റെ അമ്മയെയും അധിക്ഷേപിച്ചു, അദ്ദേഹത്തിന്റെ കുടുംബത്തെ അധിക്ഷേപിച്ചു. പക്ഷെ ഇതെല്ലാം നടന്നിട്ടും ഒരിക്കലും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള, നിങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം അദ്ദേഹം ഒരിക്കലും അവസാനിപ്പിച്ചിട്ടില്ല. With truth and humility and love in his heart, he walked from Kanyakumari to Kashmir, and he traveled from that we are a united nation, that we must fight for that democracy is not destroyed in our country. തന്റെ ഹൃദയത്തിൽ സ്നേഹവും സത്യവുമായി ഈ കാശ്മീരിലെ അദ്ദേഹം നടന്നു. ഗുവാഹട്ടി മുതൽ ഗുജറാത്ത് വരെ അദ്ദേഹം നടന്നുകൊണ്ട് അദ്ദേഹം ഈ രാജ്യത്തോട് പറയുകയായിരുന്നു, സ്നേഹത്തോടു കൂടി നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഒരു രാജ്യം ഒറ്റ വിഷയത്തിൽ ഈ രാജ്യത്തെ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന്, ഈ രാജ്യത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കണമെന്ന് ഹൃദയത്തിൽ സ്നേഹവുമായി രാജ്യം മുഴുവൻ നടന്ന് അദ്ദേഹം നമ്മളോട് പറയുകയായിരുന്നു. They threw him out of parliament. They threw him out of his house. He still did not stop fighting for you. അവർ അദ്ദേഹത്തെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കി, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് അവർ അദ്ദേഹത്തെ പുറത്താക്കി. ഒരിക്കൽ പോലും നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നത് അദ്ദേഹം അവസാനിപ്പിച്ചില്ല. I'm his sister. I'll tell you something. I used to play a lot of soccer when we were children. He taught me how to play. He was a very good player. The one thing he could not accept, we would play, we would fight, sometimes somebody would win, sometimes somebody would lose. But one thing he could never accept was unfair. ഞാൻ അദ്ദേഹത്തിന്റെ സഹോദരിയാണ്. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറയാറുണ്ട്. ഫുട്ബോൾ കളിക്കായിരുന്നു. ഫുട്ബോൾ കളിക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ അടി നോക്കും. കാര്യം എനിക്ക് പറയാനുണ്ട്, ആ കളിയിൽ പോലും ഒരിക്കലും അദ്ദേഹം അനീതി ഉൾക്കൊള്ളായിരുന്നില്ല. Even as a child, somebody in his own team was unfair to somebody else. As a child, unfairness was unacceptable to him. ഒരു കുട്ടിയായിരുന്നപ്പോൾ പോലും അത് അദ്ദേഹത്തിന്റെ മറ്റൊരാളോട് അനീതി കാട്ടിയാൽ അദ്ദേഹം തടുക്കുമായിരുന്നു. ആ വ്യക്തി അദ്ദേഹം തടുക്കുമായിരുന്നു. ഒരു കുട്ടി എന്ന നിലയിൽ പോലും ഒരിക്കലും അദ്ദേഹം ഉൾക്കൊള്ളാനോ സാധിച്ചിരുന്നില്ല. And ever since he was a child, whether it was any unfairness being shown to a little animal or unfairness to other human beings or to other children, he stood up for the person who was being victimized. അത് മാത്രമല്ല, ഒരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ ഏതെങ്കിലും മൃഗങ്ങളോടാവട്ടെ, അതുപോലെ ഏതെങ്കിലും മനുഷ്യ ആരെങ്കിലും കാട്ടുന്നത് കണ്ടാൽ അദ്ദേഹം
ചെയ്തത് ആ മനുഷ്യർക്കൊപ്പം അദ്ദേഹം നിൽക്കുകയും ചെയ്തിരുന്നു. And I'll tell you one thing about Rahul, that if his own people, നിങ്ങളോട് ഞാൻ രാഹുലിനെ പറ്റി ഒരു കാര്യം കൂടെ പറയട്ടെ. അദ്ദേഹത്തിന് ഒരാൾക്ക് വേണ്ടി അനീതി നേരിട്ട് ഒരാൾക്ക് വേണ്ടി അദ്ദേഹത്തിന് പോരാടണമെങ്കിൽ അത് സ്വന്തം ആളുകളാണ് അനീതി ചെയ്തതെങ്കിൽ കൂടി പോരാടുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. he will stand unfailingly for what is right, for the truth, and what he believes is at the foundation. അതുമാത്രമല്ല, സത്യത്തിന് വേണ്ടി എന്താണോ ശരിയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി, എന്താണ് ശരിയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളത് വേണ്ടി, ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ അടിത്തറയ്ക്ക് വേണ്ടി എല്ലാ കാലത്തും അദ്ദേഹം എന്ന ഉറച്ച ബോധ്യം എനിക്കുണ്ട്. And that is the idea of fairness and equality. അത് അദ്ദേഹം എന്തിനു വേണ്ടി പറയുന്നു എന്ന് പറയുന്നത് അത് തുല്യതയുടെ, നീതിയുടെ, സമത്വത്തിന്റെ ആശയത്തിന് വേണ്ടിയാണ് അദ്ദേഹം എല്ലാ കാലവും പോരാടുന്നത്. When the whole sector hands the ports, the airport, everything to his rich only friends, and that also only 2 or 3 of them, that is not fairness. That is your wealth which he is giving to those people. നിങ്ങൾക്കറിയാം, ഈ രാജ്യത്തെ തുറമുഖങ്ങൾ, കൽക്കരി ഖനികൾ, വിമാനത്താവളങ്ങൾ, എല്ലാ വ്യവസായങ്ങളും രാജ്യത്തെ പ്രധാനമന്ത്രി അതിസമ്പന്നരായ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ 2-3 വ്യവസായികൾക്ക് വേണ്ടി മാത്രം നൽകുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, അത് ഒരിക്കലും നീതിയുക്തമല്ല. കാരണം ഈ നൽകുന്ന സമ്പത്ത് മുഴുവൻ നിങ്ങളുടെ സമ്പത്താണ്. When you struggle day and night to make ends meet, to feed your children, to educate them, to find them jobs, and you have no support from your government, and all the support is reserved only for a few people who are the Prime Minister's friends, that is unfairness. നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾ, നിങ്ങൾ ഓരോരുത്തരും ജീവിതം ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ, ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ, ഈ രാജ്യത്തെ ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ടും പിന്തുണയും നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുമ്പോൾ, എല്ലാ പിന്തുണയും പ്രധാനമന്ത്രിയുടെ സുഹൃത്തുക്കൾക്കായി, ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രം പോകുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് നീതിയല്ല, ഇത് അനീതിയാണ്. When elected governments are brought down by bribing MLAs, by giving them hundreds of crores, when the public has elected them, that is unfairness. അതുമാത്രമല്ല, ഈ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകളെ, തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് 100 കണക്കിന് കോടി രൂപ കൈക്കൂലിയായി കൊടുത്ത് ഗവൺമെന്റുകളെ BJP ഗവൺമെന്റ് താഴെ ഇറക്കുമ്പോ, താഴ്ത്തിയിടുമ്പോ, ഇത് നീതിയല്ല, അനീതിയാണ്, ന്യായമല്ല, അന്യായമാണ്. When a young boy like Siddharth is tortured and ragged until he passes away, and when there are rooms reserved in universities especially to torture children who go there to study and make a future, and no action is taken against them, that is unfairness. അതുമാത്രമല്ല, സിദ്ധാർത്ഥിനെ പോലെയുള്ള കുട്ടികളെ മാസങ്ങളോളം പീഡിപ്പിച്ച് റാഗ് ചെയ്ത് അവസാനം അതിന്റെ ജീവൻ എടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ സർവകലാശാലകളിലെ റൂമുകൾ, പല മുറികളും കുട്ടികളെ പീഡിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടി വരുമ്പോൾ, പീഡിപ്പിക്കാൻ വേണ്ടി പ്രത്യേക മുറികൾ ഉണ്ടായിരിക്കുമ്പോൾ, ഇതിനെതിരെ ഒന്നും ഒരു നടപടി എടുക്കാതിരിക്കുമ്പോൾ ഇത് ന്യായമല്ല, നീതിയല്ല, ഇത് അന്യായവും അനീതിയുമാണ്. When women are molested or paraded in the way that one lady was paraded in Manipur, or when women are raped like in Hathras and Unnao, and the government protects the rapist, protects the molesters, or turns its face away, that is unfairness. അതുമാത്രമല്ല, മണിപ്പൂരിലെ പോലെ സ്ത്രീകൾ അധിക്ഷേപിക്കപ്പെട്ട് ബലാത്കാരം ചെയ്യപ്പെട്ട് നഗ്നരായി ആ സംസ്ഥാനത്ത് കൂടെ പരേഡ് ചെയ്യപ്പെടുമ്പോൾ, ഹത്രാസിലും ഉന്നാവിലും പെൺകുട്ടികളെ ലൈംഗികമായി അധിക്ഷേപിക്കപ്പെടുമ്പോൾ, ഈ കുറ്റവാളികളെ ഗവൺമെന്റ് സംവിധാനങ്ങളെ സംരക്ഷിക്കുമ്പോൾ ഇത് നീതിയല്ല, ന്യായമല്ല, അനീതിയും അന്യായവുമാണ്. It is unfairness and it is unacceptable in a democracy. അതുമാത്രമല്ല, ഈ അന്യായങ്ങൾ ഒരിക്കലും ഒരു ജനാധിപത്യത്തിൽ നമുക്ക് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുന്നതല്ല. You look at Kerala itself. Look at the government that is running here. It is fully colluding with the BJP. The only person they attack is Rahul Gandhi. അതുമാത്രമല്ല, നിങ്ങൾ കേരളത്തിലെ ഗവൺമെന്റിനെ നോക്കൂ, അവരെന്താണ് ചെയ്യുന്നത്? BJPയുമായിട്ട് ഒരു ധാരണയിലാണ് കേരളത്തിലെ ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ആക്രമിക്കുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ശ്രീ രാഹുൽ ഗാന്ധി മാത്രമാണ്. BJP politicians are caught with crores in their car. No action is taken against them. BJPയുടെ രാഷ്ട്രീയക്കാരുടെ കാറുകളിൽ നിന്ന് കോടികൾ കിട്ടിയപ്പോൾ അവർക്കെതിരെ കേരള ഗവൺമെന്റ് ഒരു നടപടിയും എടുത്തില്ല. And please be very alert and notice